കോടാലിയിൽ പാമ്പ് കടിയേറ്റ് ചികിത്സയിലായിരുന്ന 10 വയസ്സുകാരൻ അപ്പോൾ ഡിസ്ചാർജ് ആവുന്ന ഒരു ന്യൂസ് നമ്മൾ കണ്ടു. അപ്പോൾ അതിൻ്റെ ഇടയിൽ വന്ന് ഒരുപാട് പേര് കമൻ്റ് ഇട്ട് വെച്ചിരിക്കുന്നുണ്ട് കേട്ടോ. നെഗറ്റീവായിട്ടാണ്. കാരണം അവരുടെ മുഖത്തുള്ള പുഞ്ചിരിയാണ് ഇവർക്കൊക്കെ പ്രശ്നം. എന്തെന്ന് വെച്ചാൽ ഈ ഒരുപാട് ദിവസത്തെ പ്രയത്നങ്ങൾക്കൊടുവിൽ ഡോക്ടർമാരുടെയൊക്കെ വളരെയധികം കഷ്ടപ്പെട്ട് നല്ല ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് സ്നേഹവും കരുതലും എല്ലാം കൊണ്ട് ആ കുഞ്ഞ് ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണ്. സ്വാഭാവികമായിട്ടും ആ ഒരു എഫക്റ്റ്, ആ വെനം ഉള്ളിൽ പോയതിൻ്റെ ആ ഒരു എഫക്റ്റ് ആ കുഞ്ഞിൻ്റെ ശരീരത്തിൽ കുറച്ചൊക്കെ ഉണ്ട്, ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് അവർക്കേ അറിയുള്ളൂ. ഈ കമൻ്റ് ഇടുന്നവർക്ക് അറിയില്ല. ഞാൻ കൂടുതൽ പറയണില്ല, ഈ കമൻ്റ് ഇടുന്നവർക്ക് ഇതറിയില്ല. ആ ഒരു വെനം ഉള്ളിൽ ചെന്നതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഡിസ്ചാർജ് ആയെങ്കിൽ കൂടി ആ കുഞ്ഞിന് കുറച്ച് നാളത്തേക്ക് ആ ഒരു ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ കാണും. അത് അവർക്കേ അറിയുള്ളൂ. അത് എന്തൊക്കെയാണ് ഡോക്ടർ പറഞ്ഞതെന്നും എന്താണ് നീ മുന്നോട്ട് ചെയ്യേണ്ട ട്രീറ്റ്മെൻ്റ് എന്ന് അത് അവർക്കല്ലേ അറിയുള്ളൂ. അനിയൻ ഇങ്ങനൊരു അപകടം സംഭവിച്ച കാര്യം തന്നെ ആ കുഞ്ഞിനോട് ആദ്യമേ ഒന്നും പറഞ്ഞിട്ടില്ല. ഇനി അതിനും നിങ്ങൾ കുറ്റമായിട്ട് കണ്ടുപിടിക്കുമോ? അയ്യോ എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് പറഞ്ഞ് എന്ത് വരാത്തത്? ആ കുഞ്ഞിനോട് കുറച്ച് ദിവസമേ ആയിട്ടുള്ളത് പറഞ്ഞത്. അതിനെ ഓവർകം ചെയ്ത്, ആദ്യം പറഞ്ഞപ്പോൾ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. അതിനെ ഓവർകം ചെയ്ത് ആ കുട്ടി വരേണ്ടതായിട്ടുണ്ട്. മനസ്സിലായില്ലേ? അത് നല്ല മെൻ്റലി സ്ട്രോങ് ആയിരിക്കണം. അതിന് ചുറ്റിനും നിന്ന് കരയുമല്ല വേണ്ടത്, സപ്പോർട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ അവരത് ഓവർകം ചെയ്തേ പറ്റുള്ളൂ. അതൊരു സംഭവിച്ച് കഴിഞ്ഞ ഒരു കാര്യമാണ്. അതിനെ ഓവർകം ചെയ്ത് അവർ വരട്ടെ എന്നുള്ള വേണ്ട പ്രാർത്ഥിക്കാൻ. അവർക്ക് അതിനുള്ള കഴിവ് ദൈവം കൊടുക്കട്ടെ എന്ന് വേണം പ്രാർത്ഥിക്കാൻ. അല്ലാതെ അവർ ആ കുഞ്ഞിനെ ഈ കുട്ടി ഡിസ്ചാർജ് ആവുന്ന ദിവസം പോലും ആ കുഞ്ഞിനെ മറന്നുപോയി എന്ന് നിങ്ങൾ എന്തർത്ഥത്തിലാണ് പറയുന്നത്? അവരുടെ മരണം വരെ ആ കുഞ്ഞിൻ്റെ ഓർമ്മ ഒരു കനൽ പോലെ അവരുടെ ഉള്ളിൽ തന്നെ കാണും. പിന്നെ എന്ത് വിവരദോഷികളാണ് പറയുന്നത് ആ കുഞ്ഞ് അവർ മറന്നു പോയോന്ന്. മറന്നു പോകാനത് സിനിമയും നാടകമൊന്നും അല്ല. മനസ്സിലായില്ലേ? അത് ആ കുഞ്ഞിനെ ദൈവം ഈ കുഞ്ഞിനെ എങ്കിലും അവർക്ക് തിരിച്ചു കിട്ടണേ എന്നുള്ളൊരു പ്രാർത്ഥനയും ആ ഒരു പ്രതീക്ഷയുമാണ് അവരുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത്. മനസ്സിലായില്ലേ? അല്ലാതെ അല്ലാത്ത ഒരു അവസ്ഥ നമ്മൾ ആലോചിച്ച് നോക്ക്. ആ കുടുംബത്തിൽ ഇങ്ങനെ 2 കുട്ടികളെ ഒരേപോലെ ഒരു ബൈറ്റ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്ക്. അവരതിനെ ഓവർകം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് ദൈവം കൊടുത്ത കരുത്തെന്നേ പറയാൻ പറ്റുള്ളൂ. മനസ്സിലായില്ലേ? നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന അവർക്കതിന് കഴിവ് കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നത് എന്തിനാണ്? പിന്നെ അവരെല്ലാം ഓർമ്മിച്ച് കരഞ്ഞുകൊണ്ടിരിക്കണം എന്നാണ് പ്രാർത്ഥിക്കുന്നത്. കുറേ കഷ്ടം തന്നെ, കുറേ കമൻ്റ് ഇട്ട് വെക്കുന്നവന്മാർ. അപ്പോൾ ഇത്രയും വലിയൊരു ബൈറ്റിൽ നിന്ന് കുഞ്ഞ് രക്ഷപ്പെട്ട് അവൻ നല്ല മെൻ്റലി സ്ട്രോങ് ആയിട്ടാണ് വരേണ്ടത്. അതിന് വേണ്ടിയിട്ടാണ് ആ ഡോക്ടേഴ്സ് ഉൾപ്പെടെ അവന് ബോളും മെസ്സിയുടെ യൂണിഫോം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്ത് അവനെ മാക്സിമം സന്തോഷിപ്പിച്ചത്. അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? ഇത് നടന്നു, ആ ഒരു മൈൻഡിൽ തന്നെ അവനെ അങ്ങ് വീട്ടിലേക്ക് അയച്ചാൽ മതിയായിരുന്നല്ലോ. ഇല്ല, ആ കുഞ്ഞിനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അതിന് എല്ലാവരും അവൻ്റെ മൈൻഡ് ഓക്കെ ആയിരിക്കേണ്ടതുണ്ട്. അതിന് ചുറ്റും നിൽക്കുന്നവർ ആദ്യം ഓക്കെ ആവേണ്ടതുണ്ട്. അതിനവർക്ക് കഴിയണം. അവർക്ക് ആ കുഞ്ഞിൻ്റെ മുന്നിൽ പതറാതെ നിൽക്കാൻ കഴിയണം എന്ന് തന്നെ നമ്മൾ പ്രാർത്ഥിക്കുകയുള്ളൂ. അല്ലാതെ ഈ ഒരു സാഹചര്യത്തിൽ അവൻ്റെ അച്ഛനും അമ്മയും ചുറ്റിനും നിന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കിയാൽ ആ കുഞ്ഞ് മെൻ്റലി ഡൗൺ ആയി പോകും. അവന് മുന്നോട്ട് അതിൻ്റെ മാനസികമായിട്ട് ആ കുഞ്ഞിന് ബുദ്ധിമുട്ട് വരും. 10 വയസ്സാണുള്ളത്. മനസ്സിലായില്ലേ? അതിന് വേണ്ടിയിട്ട് എല്ലാവരും അങ്ങനെ തന്നെ നിൽക്കും. പിന്നെ അവരുടെ മരണം വരെ അത് ഓർമ്മ അവരുടെ മനസ്സിലുണ്ടാവും. ആർക്കാണ് ഇത്ര ബുദ്ധിമുട്ട്? അവർ കരയുന്നില്ലെന്നുള്ളത് ആർക്കാണ് ഇത്ര ബുദ്ധിമുട്ട്? അവർ ചിരിക്കുന്നതിൽ ആർക്കാണ് ബുദ്ധിമുട്ട്? ഈ ഒരു കമൻറ്റ് കണ്ടോ? എല്ലാവരും സന്തോഷത്തിലാണല്ലോ. അപ്പം ആ 8 വയസ്സ് ഉള്ള പയ്യനെ ഇവർ തവിട് കൊടുത്ത് വാങ്ങിച്ചതാണോ? ഇത്രയ്ക്ക് ബുദ്ധിമുട്ടുള്ളവരുണ്ടെന്ന് നമ്മൾ വിചാരിക്കണം കേട്ടോ. നിങ്ങൾ അവിടെ ചെന്ന് നിങ്ങൾ ഈ സ്ക്രീനിലൂടെ കാണാതെ അവരുടെ ആ ഒരു മാനസികാവസ്ഥ അവരുടെ അടുത്തേന്നറിയാൻ നോക്ക്. അപ്പോഴത്തേക്ക് നിങ്ങൾ ഇതുപോലെയുള്ള ഇതിൽ ഭാഗമല്ലോ. അതിൻ്റെ അകത്ത് സപ്പോർട്ടീവ് കമൻ്റ് ഇടാൻ കുറേ പേര്. അത് ഞാനും വിചാരിച്ചു. ഇത്രയ്ക്ക് സന്തോഷം എന്തിനാണ് അവർക്ക്? നിങ്ങൾ എന്തിനാണ് ആ കണ്ണിലൂടെ നോക്കുന്നത്? അത് അവരുടെ ഒരു വലിയ ജീവിതത്തിലെ അവരുടെ ഒരു വലിയൊരു നഷ്ടമാണത്. മനസ്സിലായില്ലേ? ആ കുഞ്ഞിൻ്റെ ഒരു സംഭവിച്ചത്. അത് ഈ കാഴ്ചക്കാർക്ക് എന്തൊരു കാര്യം അവരുടെ ഇതിൽ ഇങ്ങനെ ആവശ്യമില്ലാത്ത കമൻ്റ് ഇടുക. അതിൻ്റെ അകത്ത് ഒരുപാട് പേര് കമൻ്റ് ഇടുന്നുണ്ട്. ദയവ് ചെയ്ത് നിങ്ങൾ നെഗറ്റീവ് കമൻ്റ് ഇടരുത്. ആ കുഞ്ഞിനെ ഓർത്തെങ്കിലും നിങ്ങൾ നെഗറ്റീവ് കമൻ്റ് ഇടരുത്. നാണമില്ലാത്ത കുറേ എണ്ണങ്ങൾ.
ഇവർക്ക് ആ കുട്ടിയെ മറന്ന് ചിരിക്കാൻ കഴിയുന്നത്. കഴിയട്ടെടോ, തനിക്കെന്താടോ, കഴിയട്ടെ, അവർക്ക് കഴിയണം, അവർക്ക് ഓവർകം ചെയ്ത് വരട്ടെ. അവർക്കതിന് എങ്ങനെ കഴിയണം, അതിന് ലക്ഷക്കണക്കിന് ആളുകളുടെ പ്രാർത്ഥനയുണ്ട് അവർക്കതിന് കഴിയാൻ വേണ്ടിയിട്ട്. ഈ കുഞ്ഞാണെങ്കിലും എല്ലാവിധ പൂർണ്ണ ആരോഗ്യത്തോടു കൂടി അവന് നല്ല രീതിയിൽ നല്ല പഠിച്ച് നല്ല മിടുക്കനാവും. അപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കാത്തതിന് കുറേ പേരിങ്ങനെ വൃത്തികെട്ട മൈൻഡുമായിട്ട് നടക്കും. വേറെ ഒന്നും പറയാനില്ല. താങ്ക് യു.